ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. അക്ബർ, ഷൈത്യ, റെന, ബിന്നി, ജിസേൽ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഷൈത്യയുടെ ഒരു ഷോൾഡറിലാണ് ജിസേൽ ഇങ്ങനെ തല വെച്ച് തല ചായച്ച് കിടക്കുന്നത്. അതൊക്കെ ഓക്കെ. നെവിൻ ഇതെന്താണ് പറ്റിയത്? നെവിന്റെ ചേഞ്ചസിന് കാരണം എന്താണ്? നെവിൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്താണ്? ഇതാണ് അവർ തമ്മിലുള്ള സംസാരിച്ച ആ ഒരു ടോപ്പിക്. അപ്പൊ അക്ബർ ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ തുടക്കം മുതലേ നിന്നോട് പറയുന്ന കാര്യമാണ്, അവനെ വിശ്വസിക്കരുത് എന്ന്. എല്ലാം അവന് ഗെയിമായിരുന്നു, നിന്റെ പുറകെ നടന്നതും നിന്നെ ഹഗ് ചെയ്തതും എല്ലാം. ഇപ്പൊ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അവൻ അനുമോളുടെ പിന്നാലെയാണ്. ബിക്കോസ് ഹി നോസ് പുറത്ത് അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്നൊരു കാര്യം. ഇവിടെ എല്ലാവർക്കും ആ ഒരു കാര്യം ഇപ്പോൾ അറിയാം. ജിസേൽ എന്തോ പുതിയ കാര്യം കേട്ട പോലൊക്കെ പെരുമാറുമ്പോൾ റെന ചോദിക്കുന്നുണ്ട്, യു ഡിൻ നോ, നിനക്കറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷൈത്യയും പറയുന്നുണ്ട് നെവിൻ ആകെ മാറിപ്പോയി എന്നൊക്കെ കേട്ടോ. നെവിൻ ഫേക്ക് ആണെന്നും എന്ത് ചെയ്താലും ഗെയിമായിട്ട് കാണുന്ന ഒരാളാണെന്നും മതിപ്പ് പോയി എന്നുമൊക്കെ അക്ബർ കൂട്ടിച്ചേർത്തു. പിന്നെന്താണ്, വൈൽഡ് കാർഡുകളോട് നെവിൻ പറയുന്നത് നമ്മൾ അവന്റെ പുറകെ നടന്ന് സ്ക്രീൻ സ്പേസിന് വേണ്ടി നടന്നു എന്നൊക്കെയാണ്. പക്ഷെ അവനാണ് എല്ലാവരെയും ഓടി നടന്നു പോയി ഹഗ് ചെയ്തതും എന്റെയും അപ്പാനിയുടെ ഒക്കെ നടുക്ക് വന്ന് കടന്നതും ജിസേലിന്റെ പുറകെ നടന്നതും ഒക്കെ നല്ല രീതിയിലൊക്കെ പറയുന്നുണ്ട്. നെവിന്റെ കുറ്റങ്ങളാണ് ഇത് പറയുന്നത്. ഈ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇത്. സംഭവം ഞാനും ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ് ഇത്. അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി അനുമോളുടെ അടുത്ത് പോയി ഇരിക്കുന്നു, പ്ലാച്ചിയെ കയ്യിലെടുത്ത് വെച്ചിട്ട് കളിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ലൈവിൽ ഇന്നത്തെ ദിവസം കണ്ടിരുന്നു. അപ്പോൾ ഇത് വൈൽഡ് കാർഡ് വന്നതിന്റെ ഒരു ചേഞ്ച് ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. വൈൽഡ് കാർഡുകൾ വന്നില്ല എന്ന് ഒരു പക്ഷെ ജിസേലിന്റെ പുറകെ തന്നെ നടന്നേനെ നെവിൻ. അപ്പം ഈ രീതിയിൽ ഒരു ഗെയിം നെവിൻ മാറ്റി കളിക്കുന്നത് പോലെയൊക്കെ അക്ബറിനും തോന്നി എന്നുള്ളതാണ്. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.